ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പനീർ ബട്ടർ മസാലയാണ്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ പറയാം, മഴയായതുകൊണ്ട് ശബ്ദമൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വലുതാക്കി കഴിഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ മിക്സിയിലിട്ടത് അടിച്ചെടുക്കണം കേട്ടോ. അത് വഴന്ന് വരുമ്പോഴത്തേക്കും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് ഒന്നും കൂടി വഴറ്റാം. അതിന് ശേഷം പിന്നെ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്. അതിൻ്റെ പച്ചമണം വഴന്നവരെ മാറ്റിയതിന് ശേഷം തക്കാളിയും കൂടി ഇട്ട് വാറ്റിയെടുക്കുക. അതിന് ശേഷം അതൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം നമ്മളത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ. പിന്നെ ആ പാൻ തന്നെ വെച്ചിട്ട് കുറച്ചും കൂടി ബട്ടർ ഇട്ടതിന് ശേഷം നമുക്ക് പനീറൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ പനീറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം അതിൽ നിന്ന് തന്നെ മാറ്റിയിട്ട് ആ പാനിൽ തന്നെ നമുക്ക് അരച്ച് വെച്ച മിക്സും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിന് പകരം നമുക്ക് കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം. പിന്നെ നമ്മൾ അരക്കണ ആ മിക്സിലേക്ക് കശുവണ്ടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ പനീറും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ കുറച്ചും കൂടി ബട്ടർ ചേർക്കണുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.